ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് പുതിയ ലെസൺ, അതായത് 15-ാമത്തത് അല്ലേ? എന്താണ്? കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തിയെക്കുറിച്ചാണ് പാഠത്തിൽ പറയുന്നത്. അപ്പം നമുക്കിതിൽ ആരെയപ്പം പറ്റി പറയുന്നത് അറിയോ? വായിച്ചിട്ടുണ്ടായിരുന്നോ ലെസൺ ആരെങ്കിലും? തോമസ് ആൽവ എഡിസനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ? തോമസ് ആൽവ എഡിസൺ എന്താണ് കണ്ടുപിടിച്ചത്? ആർക്കറിയാം? ഇലക്ട്രിക് ബൾബ്. ഓക്കെ, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ അല്ലേ? ഇലക്ട്രിക് ബൾബ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലേ? നമുക്ക് വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വളരെ ബഹുമാനത്തോടെ കണ്ട ഒരാളാണ് അല്ലേ? എന്തുകൊണ്ടാ? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ അല്ലേ? അപ്പൊ ഈ തോമസ് ആൽവ എഡിസനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കഥ അറിയോ? കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്ലാസ്സുകളിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ഫെയ്ത്തേ, എവിടെയാണ് ഫെയ്ത്തേ? ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. തോമസ് ആൽവ എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് കേട്ടത്? എന്തെങ്കിലും പറയാനുണ്ടോ? ബൾബ് ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് അല്ലെ? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് എഡിസൺ. അപ്പൊ എഡിസൺ അത് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം നമുക്ക് വെളിച്ചമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഥ, ഏതെങ്കിലും ഇത്രയും 7-ാം ക്ലാസ് വരെ ആയ ഇടയിൽ എവിടുന്നെങ്കിലും അതെ, തോമസ് ആൽവ എഡിസൺ എന്നാണ് ഫുൾ നെയിം. തോമസ് ആൽവ എഡിസനെ പറ്റി, അതായത് എഡിസനെ പറ്റി കുഞ്ഞുനാളിൽ എന്തെങ്കിലും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിസ്, ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് അതൊക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഞാൻ പറയാ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള, അതായത് ഒരു മഹാനാണല്ലേ അദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ എന്നിലൊരു കഥയുണ്ട്. എന്താണെന്ന് അറിയോ? ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ട്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല തോമസ് ആൽവ എഡിസനെ പറ്റി ഇങ്ങനത്തെ ഒരു കഥ? ഇതിനു മുമ്പേ ഒന്നും അറിയില്ല അല്ലെ? അപ്പോ അദ്ദേഹം ചെറുപ്പത്തില്, അതായത് ചെറിയ കാലത്തിലെ അദ്ദേഹം സ്കൂൾ പഠനം നിർത്തി. അപ്പോ നിർത്തിയ സമയത്ത് എന്തുകൊണ്ടാ നിർത്തിയെന്നറിയോ നിങ്ങൾക്ക്? അതും അങ്ങനെ അറിയില്ല. അപ്പോ ഇദ്ദേഹത്തിന്റെ പഠന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടീച്ചർ കുറച്ച് വികൃതിക്കാരനായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ടീച്ചർ എഴുതി ഒരു ലെറ്റർ എഴുതി അവന്റെ കൈവശം കൊടുത്തു. എന്താ കൊടുത്തത്? എന്താ എഴുതിയെന്നറിയോ ലെറ്ററില്? ലെറ്റർ എഴുതി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അവൻ തുറന്നു നോക്കിയില്ല. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതി കൊടുത്തു. ആ ലെറ്റർ വീട്ടിൽ കൊണ്ട് അവൻ കൊടുത്തു. പിറ്റേന്ന് മുതൽ അവൻ സ്കൂളിൽ പോയില്ല. ഞാൻ കേട്ടിട്ടുണ്ടോ? പിറ്റേന്ന് മുതൽ അവൻ സ്കൂളിൽ പോയില്ല. എന്തുകൊണ്ടും അറിയില്ല. അന്ന് മുതൽ അവന്റെ അധ്യാപികയായത് ആരാ? അമ്മയാണ്. അമ്മയാണ് അവനെ അവിടുന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം ഒക്കെ ചെയ്തു കൊടുത്തത് അല്ലേ? അപ്പോ ആ ലെറ്റർ വളരെ പിന്നീട് വലിയ ഇലക്ട്രിക് ബൾബൊക്കെ കണ്ടുപിടിച്ച് അവൻ വലിയ മഹാനായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? അദ്ദേഹത്തിന്റെ അമ്മ അല്ലേ? അമ്മ. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അവൻ വലിയ മഹാനല്ലായതിനു ശേഷം, എഡിസൺ ഒരു പഴയ അമ്മയൊക്കെ മരിച്ചു, കാലങ്ങൾ കുറെ കഴിഞ്ഞു. അതിനുശേഷം എഡിസൺ അമ്മയുടെ പഴയ ഒരു പെട്ടി തട്ടുംപുറത്തായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് റൂം വൃത്തിയാക്കുന്നതിനിടയിൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ആ പെട്ടി തുറന്നു നോക്കി. അമ്മയുടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഈ ഒരു ലെറ്റർ, അതായത് മകൻ കൊണ്ടുകൊടുത്ത ലെറ്റർ അമ്മ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൽ നിന്ന് എഴുതിയെന്ന് അന്ന് അവന് എഴുതി നോക്കിയില്ല. നമ്മളാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയാൽ ഇത് അമ്മക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന് വാടി തുറന്ന് വായിക്കും അല്ലേ? അവനന്ന് വായിച്ചില്ല. വായിക്കാതെ നേരെ വീട്ടിൽ കൊണ്ട് കൊടുത്തു അമ്മക്ക്. അപ്പൊ ആ ലെറ്റർ വർഷങ്ങൾക്ക് ശേഷമാണ് മോൻ ഇത് കാണുന്നത്. അപ്പൊ മകൻ എടുത്ത് വായിച്ചു നോക്കി. അപ്പോഴെന്താ എഴുതിയെന്ന് അറിയോ അതില്? നിങ്ങളുടെ കുട്ടിക്ക് തീരെ ബുദ്ധിശക്തി ഇല്ല, അതുകൊണ്ട് മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പഠിപ്പിക്കാൻ. അതുകൊണ്ട് നാളെ മുതൽ കുട്ടിയെ സ്കൂളിലേക്ക് വിടണ്ട എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അപ്പൊ ആ അമ്മ ആ ലെറ്ററിൽ എന്താണെന്ന് ചോദിച്ച സമയത്ത് അന്ന് പറഞ്ഞത്, നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിസാമർഥ്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളോട് ഇടയിൽ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല, നല്ല ബുദ്ധിസാമർഥ്യം ഉണ്ട് എന്നാണ് എഴുതിയത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്.
അന്ന് അങ്ങനെ അമ്മ എന്ത് പറഞ്ഞത്? അവനെ തളർത്തിയില്ല അല്ലേ? അമ്മ പറഞ്ഞു, നീ നല്ല ബുദ്ധിസാമർഥ്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ മകനെ പഠിപ്പിക്കാനുള്ള ഒരു കെൽപ്പ് നമുക്കില്ല എന്നാണ് ടീച്ചർ എഴുതിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അവനത് വായിച്ച സമയത്ത് വല്ലാത്ത സങ്കടം വന്നു അവന്. അപ്പൊ അമ്മയെ ഓർത്ത് അല്ലേ വളരെയധികം വിഷമായി. എന്തുകൊണ്ടാ? അപ്പൊ ടീച്ചർ എന്താ എഴുതിയത്? നിങ്ങളുടെ മകന് തീരെ ബുദ്ധിശക്തി ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ മകനെ നാളെ മുതൽ സ്കൂളിലേക്ക് അയക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനത്തെ ആ കുട്ടി എന്തായി ഭാവിയില്? അമ്മ അവനെ പഠിപ്പിച്ചു അല്ലേ? ഇങ്ങനത്തെ ബുക്കുകളൊക്കെ കൊണ്ടുപോയി അവൻ വലിയ മഹാനായി തീർന്നു അല്ലേ? ഇലക്ട്രിക് ബൾബൊക്കെ കണ്ടുപിടിച്ചു, വലിയ അങ്ങനെ ഒരു കഥയുണ്ട് തോമസ് ആൽവ എഡിസനെ കുറിച്ച് കേട്ടോ. സങ്കടകരമായ ഒരു കഥയുണ്ട് അത്. അങ്ങനെ ഓക്കെ. അപ്പോ ഒരു കുട്ടിയെ കുറിച്ചും എന്താണ്, ഒരു കുട്ടിയും ഇന്ന് പഠിക്കുന്ന അളവുകോല് വെച്ചിട്ടല്ല അല്ലേ ഒരു കുട്ടിയെ നമ്മൾ അളക്കേണ്ടത്. എല്ലാ മക്കൾക്കും അവരുടേതായ കഴിവുകൾ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ അവർ പഠന വിഷയത്തിലായിരിക്കില്ല, വേറെ എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതികമായ ഏതെങ്കിലും വിഷയത്തിലായിരിക്കാം. അപ്പോ എല്ലാ മക്കൾക്കും അവരുടേതായ കഴിവുകൾ ഉണ്ട് അല്ലേ? അപ്പോ നമ്മൾ അവരെ അംഗീകരിക്കുക. അപ്പോ എന്താവും, ആ അമ്മ അന്ന് തളർന്നു പോയിരുന്നെങ്കിൽ കുട്ടി എന്താ പറയാ ഒന്നും പഠിക്കാതെ ആവട്ടിയായിരുന്നു അല്ലേ? അമ്മ എന്ത് ചെയ്തു? അമ്മ നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ കുട്ടി പഠിച്ചു അല്ലേ? പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിൽ, അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്ന് ഉള്ള കുട്ടികളായിരിക്കില്ല നാളെ എപ്പോഴെങ്കിലും ഇപ്പം എന്താ വലിയ വർഷങ്ങൾ കഴിഞ്ഞ് വലിയ കുട്ടികളായിട്ടുണ്ടാവും അല്ലേ? അപ്പോ എപ്പോഴെങ്കിലും ഭാവിയിൽ ഞാനൊക്കെ കാണും, ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, ചിലവർ എഞ്ചിനീയർ ആയിരിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഫെയ്ത്ത് അല്ലെങ്കിൽ ഷോൺ എന്നെ ഞാൻ ഷോണിനെ എപ്പോ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുമല്ലോ അല്ലേ? അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കാം, ഭാവിയിലത്തെ വലിയ വലിയ ആളുകളായിരിക്കും അല്ലേ? ചിലപ്പോൾ നാളത്തെ എഡിസൺ ഇതിലുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ. അപ്പോ ഒരു കുട്ടിയെ നമ്മൾ വളരെ താഴ്ത്തി കാണരുത് അല്ലേ? ഓക്കെ. അതാണ് തോമസ് ആൽവ എഡിസനെ പറ്റി ഒരു കഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ. അദ്ദേഹത്തിനെ കുറിച്ച് നാം ഇപ്പൊ പഠിക്കുന്നത് അല്ലെ, കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം അല്ലേ? അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, പേജ് നമ്പർ 64. ലിസൺ. ഓക്കെ. ഓക്കെ. അപ്പോൾ കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. ഒക്ടോബർ 21. രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല, വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിന് അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാട് അല്ലേ? എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലല്ലോ അല്ലേ? 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ. ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിയാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിൽ ആകെ പ്രകാശപ്രളയം. ലോകത്തിൽ ആദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കെ തുറന്ന് ആളുകൾ തെരുവിലേക്കിറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന എഡിസനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. ഇതിനു മുൻപും 1877 എഡിസൺ നഗരവാസികളെ അത്ഭുത പരതന്ത്രരാക്കിയിട്ടുണ്ട്. ഒരു കുഴലിന് ചുറ്റും നേർത്ത തകരത്തകിട് ചുറ്റി തകിടിനോട് ചേർത്ത് ഒരു സൂചി ഘടിപ്പിച്ചു. ഒരു കൈപ്പിടി തിരിച്ചപ്പോൾ കുഴൽ തിരിയുകയായി. പെട്ടെന്ന് പരിചിതമായ ഒരു നഴ്സറി പാട്ട് ഉയർന്നു കേൾക്കുന്നു. മേരി ഹാഡ് എ ലിറ്റിൽ ലാം, ലിറ്റിൽ ലാം, ലിറ്റിൽ ലാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേരി ഹാഡ് എ ലിറ്റിൽ ലാം. കേട്ടിട്ടില്ല? പാട്ട് പഠിച്ചിട്ടില്ലേ നിങ്ങള്? വീണ്ടും ലോഹക്കുഴൽ കറക്കുമ്പോൾ അതേ നഴ്സറി പാട്ട്. വിരലൊന്നമർത്തിയാൽ മധുരസ്വരം മുഴക്കുന്ന പരിഷ്കാരിണികളായി പണ്ടത്തെ ആ സ്വനഗ്രാഹി യന്ത്രം ഇന്നും വിലസുന്നു, പല പേരിൽ, പല നാട്ടിൽ, പല വേഷത്തിൽ. എഡിസന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങളുടെ കഥകളിൽ എഡിസന്റെ കുസൃതിയുടെ ഈ കഥയും കേട്ടിട്ടില്ലേ? പുതുതായി നിർമ്മിച്ച സ്വനഗ്രാഹി യന്ത്രത്തിലേക്ക് തന്റെ കുഞ്ഞോമനകളുടെ ചിരിയും കൊഞ്ചലും എഡിസൺ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ കരച്ചിൽ മാത്രമില്ല. എത്ര കാത്തിരുന്നിട്ടും ആ ചിരിക്കുടുക്കയ്ക്ക് കരച്ചിൽ വരുന്നില്ല. എഡിസന് ക്ഷമയേറ്റു. അറ്റ കൈ പ്രയോഗിക്കുക തന്നെ. ആയ പുറത്തുപോയ തക്കം നോക്കി എഡിസൺ കാര്യം സാധിച്ചെടുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന ആയക്ക് എഡിസനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെ നുള്ളി കരയിപ്പിച്ചിട്ട് ഏത് ഭ്രാന്തം കണ്ടുപിടുത്തമാവും നടത്താനുള്ളത്? അവർ പിറുപിറുത്തു.
കുഞ്ഞിനെ വല്ലവിധേനയും സമാധാനിപ്പിച്ച് തിരിയുമ്പോഴേക്കും വീണ്ടും അതേ കരച്ചിൽ. പക്ഷേ കുഞ്ഞ് ചിരിക്കുകയാണല്ലോ. ഹേയ്, എഡിസന്റെ പാട്ടുപെട്ടിയാണല്ലോ കരയുന്നത്. ആയ വായും വളർന്നിരുന്നു പോയി. ഭാരതം സ്വതന്ത്രമാകുന്നതിന് 100 വർഷം മുമ്പ് 1847 അമേരിക്കയിലെ ഓഹിയോ നഗരത്തിലാണ് എഡിസൺ ജനിച്ചത്. 7 വയസ്സുള്ളപ്പോൾ വീട്ടിൽ തന്നെ പരീക്ഷണശാല സ്ഥാപിച്ച എഡിസന് പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. 12-ാം വയസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ന്യൂസ് പേപ്പറും ചോക്ലേറ്റും വിൽക്കാൻ തുടങ്ങി. 16-ാം വയസ്സിൽ അവിടെ ടെലഗ്രാഫ് ഓപ്പറേറ്ററായി ജോലി നേടി. ഇതിനിടെ സ്വന്തമായി വീക്കിലി ഹെറാൾഡ് എന്ന പേരിൽ ഒരു പത്രവും തുടങ്ങി. ഈ തിരക്കിനിടയിലും ഡീട്രോയിറ്റിലെ പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളുമായി സല്ലപിക്കാൻ എഡിസൺ മറക്കാറില്ല. രാത്രിയായാൽ പിന്നെ രാസവസ്തുക്കളുമായി തീവണ്ടി മുറിയിൽ പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങുകയായി. ബാല്യം മുതൽക്കേ എന്തിനെ പറ്റിയും പരീക്ഷണങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ച എഡിസനെ പറ്റി രസകരമായ കഥകളുണ്ട്. മുട്ട വിരിയിക്കാനായി തള്ളക്കോഴിയെ പോലെ തട്ടിൻമുകളിൽ പല ദിവസങ്ങൾ അടയിരുന്ന കഥ പ്രസിദ്ധമാണ്. ഒരിക്കൽ 2 പൂച്ചകളുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിവെച്ചു. എന്തിനെന്നോ? വാലുകൾ തുടർച്ചയായി ഉരസിയാൽ വൈദ്യുതി ഉണ്ടാകുമോ എന്നറിയാൻ. 21-ാമത്തെ വയസ്സിൽ ബോസ്റ്റണിൽ എത്തിയ എഡിസൺ അവിടെ ടെലഗ്രാഫ് മെക്കാനിക്കായി ജോലി നേടി. 25-ാം വയസ്സിൽ ന്യൂയോർക്കിലെത്തിയ ഈ യുവാവിനെ ഭാഗ്യദേവത കാത്തിരുന്നു. ഗോൾഡ് ഇൻഡിക്കേറ്റർ ടെലഗ്രാഫ് കമ്പനിയിൽ. അവിടെ കേടായ ടെലഗ്രാഫ് ട്രാൻസ്മിറ്റർ ആർക്കും നന്നാക്കാനാവാതെ കിടന്നു. ഒരു കൈ നോക്കാൻ വന്ന എഡിസൺ പുതുപുത്തൻ ട്രാൻസ്മിറ്റർ തന്നെ നിർമ്മിച്ചു നൽകി. 125 വർഷം മുമ്പത്തെ ആ കണ്ടുപിടുത്തത്തിന് കമ്പനി നൽകിയ അവാർഡ് $40,000 ആയിരുന്നു. ആ തുകയുടെ മതിപ്പുവില ഇന്ന് കോടികളാണല്ലോ. ന്യൂയോർക്കിനടുത്ത മെൻലോ പാർക്കിൽ 1872 അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരാൻ 100 കണക്കിന് ആശയങ്ങളും 100ഓളം തൊഴിലാളികളും. 1879 അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇതിന്റെ സുവർണ ജൂബിലി 1929 അമേരിക്കയുടെ ദേശീയ ആഘോഷമായിരുന്നു. 84-ാം വയസ്സിലാണ് കണ്ടുപിടുത്തങ്ങളുടെ ആ ചക്രവർത്തി തന്റെ പടയോട്ടം അവസാനിപ്പിച്ചത്. ആധുനിക ലോകത്തിന് വിപുലമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന വ്യവസായ വിപ്ലവത്തിന്റെ സർവ്വസൈന്യാധിപൻ 1931 ഒക്ടോബർ 21 നിത്യതയിൽ ലയിച്ചു. എല്ലാ വർഷവും ആ ദിനത്തിൽ അമേരിക്കയിലെ വിദ്യുത് ദീപങ്ങൾ ഒരു നിമിഷം മങ്ങിക്കത്തും. പഴയകാലത്തെ എണ്ണവിളക്കുകളെ പോലെ ഒളിമങ്ങിയ ആലക്തിക ദീപങ്ങൾ ആ ഒരു മാത്രയിൽ ഓർക്കുന്നത് എന്താവാം? വെളിച്ചത്തിന്റെ ധന്യത ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനുള്ള നിത്യസ്മാരകങ്ങളാണല്ലോ തങ്ങൾ എന്നാവാം, അല്ലേ? അപ്പോ ഇതാണ് എഡിസനെ കുറിച്ച് ഇതിൽ പറയുന്നത്, അല്ലേ? എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതിന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുമാണ് അതിൽ പറഞ്ഞത്. അപ്പൊ എന്താ പറയുന്നത്? ഒക്ടോബർ 21 രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി, അല്ലെ? പ്രകാശം കൊണ്ട് നിറഞ്ഞു. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിനെ അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു, അല്ലേ? നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാടല്ലേ? എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലല്ലോ, അല്ലേ? അപ്പൊ തോമസ് ആൽവ എഡിസൺ ആണ് ഇവിടെ വെളിച്ചം കൊണ്ടുവന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഒക്ടോബർ 21 എന്താണ്? ഒക്ടോബർ 21 അദ്ദേഹം മരിച്ചത്, അല്ലേ? ഏത് വർഷം? 1931 ഒക്ടോബർ 21 അദ്ദേഹം മരിച്ചത്, അല്ലേ? അന്നാണ് ന്യൂയോർക്ക് നഗരം ഒക്ടോബർ 21 രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി, അല്ലെ? അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല, അല്ലെ? എപ്പോഴും വെളിച്ചമുള്ള സ്ഥലമാണ്. അപ്പൊ ആ സമയത്ത് ഒന്ന് മങ്ങിക്കത്തും, അല്ലെ? കുറച്ച് സമയം ഇല്ലാതാവും ലൈറ്റ്. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിനെ, ഉപജ്ഞാതാവ് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കണ്ടുപിടിച്ച ആള്, അല്ലെ? ഉപജ്ഞാതാവ്. അപ്പോ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. അപ്പോ വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവ്, അല്ലെ? ആര്? തോമസ് ആൽവ എഡിസൺ. അപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. അതാണ് ഒന്ന് മങ്ങി വൈദ്യുത വിളക്കും വീണ്ടും പ്രഭാപൂരിതമായത്. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാടല്ലേ? എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലല്ലോ. അപരിചിതൻ എന്ന് പറഞ്ഞാലാണ് അപരിചിതൻ. പരിചിതൻ അർത്ഥം പരിചയമുള്ള ആള്, അല്ലേ?
അപ്പൊ അപരിചിതനോ? പരിചയമില്ലാത്ത ആൾ. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആള് അല്ലല്ലോ എന്ന് പറയുമ്പോൾ പരിചിതനാണെന്ന് അർത്ഥം അല്ലേ? 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ. സായം സന്ധ്യ എന്ന് പറയുമ്പോൾ സന്ധ്യാസമയം അല്ലേ? ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശപ്രളയം. ലോകത്തിൽ ആദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കെ തുറന്ന് ആളുകൾ തെരുവിലേക്കിറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്നിറങ്ങി വന്ന എഡിസനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. അപ്പൊ അന്നാണ് ബൾബ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോ വെളിച്ചം കണ്ടതോടെ എല്ലാവരും അദ്ദേഹത്തെ തോളിലേറ്റി ആനന്ദ നൃത്തം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടെയുള്ള നൃത്തം അല്ലെ ചെയ്യുകയായി. എന്തുകൊണ്ടാണ്? ഫുള്ള് വെളിച്ചം വന്നു അല്ലെ? വെളിച്ചം ആയി. അപ്പോ 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ, എണ്ണവിളക്കുകൾ പറഞ്ഞാൽ സാധാരണ വെളിച്ചം അല്ലെ? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ? എണ്ണവിളക്ക് കത്തിച്ച്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ അല്ലെ? എണ്ണവിളക്കുകൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കത്തിച്ചിട്ടുണ്ടോ? കത്തിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ അന്ന് എന്ത് ചെയ്തു? എണ്ണവിളക്കുകളൊന്നും തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുക. എന്തിനാ? ഇലക്ട്രിക് ബൾബ് കണ്ടെത്തുന്ന ദിവസമാണ് അല്ലേ? കത്തിയാ മതിയായിരുന്നു രീതിയിൽ അല്ലെ? പൊടുന്നനെ പെട്ടെന്ന് 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയല്ലേ? സൂര്യൻ ഉദിച്ചാ പോലെ ഉള്ളതുപോലെ വെളിച്ചം എല്ലായിടത്തും പരന്നു. ന്യൂയോർക്കിലാകെ പ്രകാശപ്രളയം. പ്രകാശത്തിന്റെ ഒരു പ്രളയം തന്നെ ഉണ്ടായി അല്ലേ? ലോകത്തിൽ ആദ്യമായി പുതിയ വെളിച്ചം അല്ലെ? അല്ലെങ്കിൽ അന്ന് വരെ എന്തായിരുന്നു? എണ്ണ വിളക്കുകളായിരുന്നു അല്ലെ? അപ്പോ ഒരു പുതിയ വെളിച്ചം വന്നു. വാതിലുകൾ മലർക്കെ തുറന്ന്, എല്ലാവരും വാതിലുകളൊക്കെ തുറന്ന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി വെളിച്ചം കണ്ടിട്ടല്ലേ? ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന എഡിസനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. ഇപ്പൊ എല്ലാവരും ലൈറ്റ് കണ്ടുപിടിച്ച ആ സന്തോഷത്തില് സന്തോഷത്തോടെയുള്ള നൃത്തം ചെയ്യുകയായി എന്നർത്ഥം. ഓക്കെ, അത് മതിയല്ലേ മക്കളെ? ഇപ്പോ ഓക്കെ, അപ്പോ അത്ര മതി അല്ലേ? അപ്പൊ ഒന്ന് അതുവരെ ഒന്ന് വായിച്ചേ. ഒരുപാട് എടുക്കാൻ കഴിയില്ല, കുറച്ച് ടഫിലെ പാടാം. ആരാ വായിക്കുന്നേ? ആരാ ആദ്യം വായിക്കുന്നേ? ആർക്കും ഉഷാറില്ല. ഇപ്പൊ നമ്മൾ എടുത്തത് വരെ ഒന്ന് വായിച്ചാൽ മതി, 2 പാരഗ്രാഫ്. എല്ലാരെയും വായിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആൻമരി ആദ്യം വായിച്ചോന്നാല്. ആൻമരി റെഡിയായി അല്ലേ ഗ്രേസ്? ആൻമരിയ ഇത്രയും സമയം ചോദിച്ചു എത്ര ആള് വായിക്കും, ആര് വായിക്കും, ആര് വായിക്കുന്നു? അപ്പൊ ആൻമരിയ അതെയാ? ഓക്കെ, ആൻമരിയ സ്റ്റാർട്ട് ചെയ്തോ. പാഠം 15 കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. ഒക്ടോബർ 21. രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുത വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവിന് അമേരിക്കൻ ചരിത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാട് അല്ലേ? എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലല്ലോ. 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശപ്രളയം. ലോകത്തിൽ ആദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കി തുറന്ന ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിയിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്ന് ഇറങ്ങുന്ന എഡിസനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. ഓക്കെ, നെക്സ്റ്റ് ഫെയ്ത്ത് വായിച്ചോ. ഫെയ്ത്ത് വായിച്ചോ അടുത്ത്. ഒക്ടോബർ 21 രാത്രിയുടെ വരയിൽ നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങി കത്തിയ വൈദ്യുതി വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവർ കട്ട് ഉണ്ടാവാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല.
ത്തിന്റെ ഉപജ്ഞാവിന് അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാടാണല്ലോ എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലല്ലോ. 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു 1000 കൊച്ചു തെളിക്കാത്ത വീർപ്പടക്കി സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശ പ്രളയം. ലോകത്തിലാദ്യമായി പുതിയ വെളിച്ചവാതിലുകൾ മലർകെ തുറന്നു. ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിച്ച ശേഷം വൈദ്യുതി നിലത്തിൽ നിന്ന് ഇറങ്ങി വന്ന എഡിസനെ തോളിലേറ്റി അവർ നൃത്തം ചെയ്യുകയായി. ഓക്കെ, നെക്സ്റ്റ് ഷോൺ വായിച്ചോ. പാഠം 15 കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി. ഒക്ടോബർ 21 രാത്രിയുടെ വരവ് നഗരം അറിയുന്നില്ല. ഒരു നിമിഷം മങ്ങിക്കത്തിയ വൈദ്യുതി വിളക്കുകൾ വീണ്ടും പ്രഭാപൂരിതമായി. ന്യൂയോർക്ക് നഗരത്തിൽ പവറുകൾ ഉണ്ടാകാറില്ല. വോൾട്ടേജ് വ്യതിയാനവുമില്ല. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവ് അമേരിക്കൻ ജനത പ്രണാമം അർപ്പിക്കുകയായിരുന്നു. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു ഏർപ്പാട് അല്ലേ? എങ്കിലും തോമസ് ആൽവ എഡിസൺ നമുക്ക് അപരിചിതനല്ലല്ലോ. 1882 സെപ്റ്റംബർ 4 സായം സന്ധ്യ ന്യൂയോർക്ക് നഗരം എണ്ണവിളക്കുകൾ തെളിയിക്കാതെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. പൊടുന്നനെ 1000 കൊച്ചു സൂര്യന്മാർ ഉദിക്കുകയായി. ന്യൂയോർക്കിലാകെ പ്രകാശപ്രളയം. ലോകത്തിലാദ്യമായി പുതിയ വെളിച്ചം. വാതിലുകൾ മലർക്കെ തുറന്ന് ആളുകൾ തെരുവിലേക്കിറങ്ങി. ഇലക്ട്രിക് ബൾബുകൾ തെളിച്ച ശേഷം വൈദ്യുതി നിലയത്തിൽ നിന്നിറങ്ങി എഡിസനെ തോളിലേറ്റി അവർ ആനന്ദ നൃത്തം ചെയ്യുകയായി. ഓക്കെ, അപ്പോ ആ 2 പാരഗ്രാഫ് എന്ത് ചെയ്യുവാ? നല്ല പോലെ വായിക്കുക കേട്ടാ. വായിക്കാൻ കുറേ തപ്പിത്തടിയുന്നുണ്ട്. അപ്പൊ നല്ല പോലെ വായിക്കണം. വായിച്ചിട്ടുണ്ടോ നിനക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ വായിപ്പിക്കുമ്പോൾ അറിയാം. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് 10 ഉള്ളൂ. ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു എക്സാം ഉണ്ട്, ഓർമ്മിക്കണം അല്ലേ? വൈകി വന്ന വെളിച്ചം എന്ന പാഠത്തിൽ. ഓക്കെ ഓക്കെ, ബൈ. എന്നാല് സി യു. ഇനി ഇന്നുണ്ടോ 7ാം ക്ലാസ്? ഇല്ല ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, ഒറ്റൊന്നേ ഉള്ളൂ നമുക്ക് ക്ലാസ്. ഓക്കെ, ബൈ.